ആരാടേ നിങ്ങളുടെ മുഖ്യമന്ത്രി? എന്തൊരു തമ്മിത്തല്ലാടേ? ഈ ചോദ്യങ്ങൾ കേട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ചെവി തഴമ്പിച്ചു. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ലഹള നടന്നത് ഏത് വർഷമാണ്? ഈ ജെൻസി കാലഘട്ടത്തിലെ പിള്ളേരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ പ്രൊഫൈലുകൾ ഇടുന്ന സ്റ്റോറിയാണ്. എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സ്നേഹിതന്മാർ അറിയുന്നതിന്, പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ അറിയുന്നതിനും, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തമ്മിത്തല്ല് നടന്നിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് LDF-ഉം CPM-ഉം ആണ്. അതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. 1987 കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൌരി ഭരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം നടന്നു. KR ഗൌരിയമ്മയ്ക്ക് വേണ്ടി കേരളം ഒന്നടങ്കം വോട്ട് ചെയ്തു. ജാതി വ്യത്യാസമില്ലാതെ KR ഗൌരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്ന് കേരളം പ്രഖ്യാപിച്ചു. തെരുവുകളിൽ KR ഗൌരിയമ്മയ്ക്ക് വേണ്ടി പ്രകടനങ്ങൾ നടന്നു, കോലം കത്തിക്കൽ നടന്നു. അങ്ങനെ വലിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ EK നയനാർ മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ. അതായത് അന്നത്തെ കാലത്ത് KR ഗൌരിയമ്മയെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് EK നയനാർ എന്ന് പറയുന്ന സവർണ വർഗത്തിൽപ്പെട്ട ഒരാളെ CPM മുഖ്യമന്ത്രിയാക്കി. അതാണ് സത്യം. അതിന് പിന്നീട് KR ഗൌരിയമ്മ തന്റെ ജീവചരിത്രത്തിലൂടെ ആ സംഭവമൊക്കെ വിവരിച്ചിട്ടുണ്ട്. പിന്നീട് ചാനൽ ചർച്ചകളിൽ, ഇന്റർവ്യൂകളിലൊക്കെ KR ഗൌരിയമ്മ പറഞ്ഞിട്ടുണ്ട്, എന്നെ തഴഞ്ഞു കളഞ്ഞു എന്ന്. അതിനുശേഷം 1996 EK നയനാരിന്റെ വിഭാഗം കാലുവാരി തോപ്പിച്ച് VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റു. നമുക്കെല്ലാവർക്കും അറിയാം. ആ മാരാരിക്കുളത്ത് തോറ്റപ്പോൾ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് പോലും ഇല്ലാതെ കിഴക്കോട്ട് നോക്കി നിൽക്കേണ്ടി വന്ന ഇടതുപക്ഷത്തിന് അവസാനം മത്സരിച്ച MLA-മാരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുവാൻ എല്ലാവരും അഭിപ്രായപ്പെട്ടപ്പോൾ അതല്ല, EK നയനാർ ഗ്രൂപ്പ് പറഞ്ഞു EK നയനാരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് EK നയനാർ ബൈ ഇലക്ഷനിൽ മത്സരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വളരെ വലിയ പ്രകടനങ്ങളും വലിയ പ്രതിഷേധങ്ങളും അതിനെ തുടർന്നുണ്ടായി. അതിനുശേഷം 2006 VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി കേരളത്തില് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ അന്ന് VS അച്യുതാനന്ദനെ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കി. അന്നും കേരളമാകെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും കോലം കത്തിക്കലുകളും ഒക്കെ നടന്നു. കേരളത്തിൽ 3 ടേമിലാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും കോലം കത്തിക്കലും ഒക്കെ ഇടതുപക്ഷത്തിനകത്ത് നടന്നു. പുതിയകാല കുട്ടികൾക്ക് ഈ ചരിത്രമൊന്നും അറിയില്ല. ആ ചരിത്രമൊക്കെ നിങ്ങൾ അറിയണം. അതായത് കോൺഗ്രസിനകത്തല്ല മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസമെടുത്ത് മുഖ്യമന്ത്രിയെ കണ്ടെത്തിയത്, 23 ദിവസം എടുത്ത് മുഖ്യമന്ത്രിയെ കണ്ടെത്തിയത് ഇടതുപക്ഷക്കാരാണ്. 2006 EK നയനാരെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി ഏകദേശം 23 ദിവസം, റിസൾട്ട് വന്നതിന് ശേഷം 23 ദിവസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. Subscribe and follow me.